എന്താണ് എന്താണ് ഇവിടെ? എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഈ വാർഡിലെ കൗൺസിലർ അല്ലേ? അതെ. ഈ കുഴിയൊക്കെ ഒന്ന് അടച്ചൂടെ? ഞാൻ ടൂ വീലറോട്ട് വന്നിട്ട് ആ കുഴിയിൽ വീണ് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. അതെങ്കിലും കിട്ടിയത് ഭാഗ്യമാണല്ലോ. ഭാഗ്യമാണല്ലോ. അതെങ്ങനെ സമയം? കാരണം മറ്റേ തമിഴ്നാട്ടൊക്കെ ചെന്ന് നോക്കണേ. തമിഴ്നാട് റോഡൊന്നും വെച്ചാൽ അറിയാത്ത ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അപ്പുറമുള്ള വീട്ടിന്റെ ഹാള് വരെ കാണാം. അതാണ് തമിഴ്നാടിന്റെ വികസനം. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ റോഡുകളൊക്കെ നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുന്നത്. മലയാളികളുടെ ഒരു പ്രശ്നം എന്താണ്? തൊട്ട അയൽപക്കത്ത് എന്ത് നടക്കണം അത് കാണാനുള്ള ജിജ്ഞാസയാണോ? അപ്പൊ നമ്മൾ ഒരു 10 ഇവിടെ അപ്പുറത്തുള്ള ഹാളും കൂടെ കാണാമെങ്കിൽ മലയാളികൾ വെറുതെ ഇരിക്കുവോ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ന്യായമുണ്ട്. എന്റെ ചേച്ചി ഇത് കേക്ക്. ഈ പുള്ളിയോട് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പുള്ളി ഇതുപോലെ മുട്ടാപ്പോക്ക് ന്യായം പറയും. ചേച്ചിക്ക് വേറൊരു കാര്യം അറിയോ? എനിക്ക് എന്റെ വീടിന്റെ വെളിയിലിറങ്ങാൻ മേലെ ചേച്ചി. വീടിന്റെ വെളിയിലിറങ്ങിയ റോഡ് മുഴുവൻ കുഴിയാ. എങ്ങാനും കാല് തെറ്റിപ്പോയാൽ നേരെ ചെല്ല് കേടുന്നത് പാതാളത്തിലോട്ടാ. ഇതൊക്കെ ഇവർക്ക് വല്ല മനസ്സിലാവണ്ടേ? അല്ല സഹോദര, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു പൂച്ചയോ പട്ടിയോ ചത്ത് കിടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അതിനെ എടുത്ത് കുഴിച്ചിടും. ആണല്ലോ. അതെ. അതുപോലെ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കുഴി കിടക്കുമ്പോൾ നിങ്ങൾ എവിടെന്നെങ്കിലും കുറച്ച് മണല്, കുറച്ച് ചല്ലി, ഇച്ചിരി ടാറൊക്കെ കൊണ്ടുവന്ന് കുഴച്ച് അവിടെ അങ്ങ് സെറ്റ് ചെയ്ത് റോഡ് ക്ലിയർ ചെയ്യുന്നതല്ലേ നല്ലത്? അതല്ലേ ഒരു പൗരന്റെ കടമ എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ ചെയ്യാം. നിങ്ങൾ ഈ റേഷൻ കട വഴി അരിയും മണ്ണെണ്ണയും കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു പാട്ട താറും കുടുങ്ങിയതാ. ഞങ്ങൾ പൗരന്മാരെല്ലാം കൂടെ അടച്ചടച്ചങ്ങ് പോകാം. തീരുമാനം ഉണ്ടാക്കിട്ട് അത് മതി. ചേച്ചിയുടെ ജീവൻ പോകാൻ